ഹായ് ഹായ്. ഹലോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ പൊതുവെ യൂട്യൂബിൻ്റെ അകത്ത് യൂട്യൂബിൻ്റെ അകത്ത് നിന്നല്ല കേട്ടോ, ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ വീഡിയോ വളരെ വളരെ കുറവാണ്. ഞാനും ഇവിടെ ഉണ്ടാവില്ല. ഇവൻ എന്നോട് തെറ്റിപ്പോയി. പൂനെയിലേക്ക്. അപ്പോൾ ഇവന് എന്നോട് തെറ്റിപ്പോയ വിവരം നിങ്ങളെ അറിയിക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാതെ നിന്ന്. പക്ഷേ തിരിച്ചു വന്നപ്പം വീഡിയോ. വീണ്ടും വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ എന്തിനാ ഇവിടുന്ന് തെറ്റിപ്പോയതെന്ന് വെച്ചാൽ, ഇവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബിരിയാണി. ആ ബിരിയാണിയിൽ ഉപ്പ് കൂടി എന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി പോയതാണ്. പൂനെയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാനെല്ലാം കൂടി വന്ന് ഇപ്പം ഞങ്ങൾ രണ്ടാളും ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അടുത്ത് പങ്കുവെക്കാൻ വന്നതാണ്. അത് പറയണം. പറയണം. അതെന്താ വെച്ചാലേ, ചട്ടനെ പൊട്ടൻ ചതിച്ചാ പൊട്ടനെ ദൈവം ചതിക്കുന്നല്ലേ നമ്മളെ തെറിത്താത്തക്ക്. എന്റെ പൊന്നോ, അത് ഏതൊക്കെ ഭാഗത്തുനിന്ന്? ഏതൊക്കെ മോഡല് തെറി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തുനിന്നും ഫയറിങ് ആണ്. ചെവിന്നൊക്കെ തള്ളാന്റെ ചെവിന്നൊക്കെ ഇങ്ങനെ ഇത് പോകുന്നുണ്ട്. കഴിഞ്ഞല്ല പല പ്രാവശ്യം ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെ കാര്യം നോക്കിയാൽ പോരെ. അല്ല, ഇത് രസം എന്താ വെച്ചാൽ 2023 അല്ല 23 ഫോട്ടോ ആണ്. ആയിക്കോട്ടെ, 23 25 ആയിക്കോട്ടെ. മഞ്ജു പിള്ള എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറുടെ മോള്, അഥവാ ഇനിയിപ്പോ അങ്ങനെ ഷൂട്ട് ചെയ്ത് അവർക്കൊരു കുഴപ്പമില്ല. അവരെ ഫീൽഡിൽ അവര് നന്നായി എന്താ പറയാ ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവർക്കൊരു മോശം ഉണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യാൻ അവർ നിൽക്കുവോ? ആ പെണ്ണ് അവളെ രീതിയിൽ ഓക്ക് ഇഷ്ടം ചെയ്തോട്ടെ. ഇവക്ക് എന്താണ് ഈ കേപ്പ്? പിന്നെ അതിന്റെ ഇടയിൽ കൂടി മറ്റുള്ളൊരു കാര്യം പറയുന്നത്, KSRTC ബസ്സിലൊക്കെ കയറി അങ്ങ് നിന്നു, അതിലുള്ള ആണുങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾക്ക് എന്താ തേങ്ങ പിഴിഞ്ഞു കൊടുക്കുന്ന പരിപാടി ഉണ്ടോ ഈ ആണുങ്ങൾക്ക്? തെറിത്താത്തനോട് ഞാൻ ഒരു കാര്യം പറയാം. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളെ മെക്കിട്ട് കയറുന്ന ആൾക്കാരൊന്നും അല്ല. മനസ്സിലായില്ലേ തെറിത്താത്തെ? അത് മൂപ്പത്തിയുടെ വാപ്പേനെയും മൂപ്പത്തിയുടെ ആങ്ങളെനെയും കമ്പയർ ചെയ്ത്, ഭർത്താവല്ല. ഭർത്താക്കന്മാരെയും കമ്പയർ ചെയ്തിട്ട് അവരൊക്കെ ഈ KSRTC ബസ്സിലൊക്കെ കേറുമ്പോ പിഴിഞ്ഞു കൊടുക്കുന്ന പോലാണ്. അത് മനസ്സിലിട്ടോണ്ട് ശരിക്കും നടക്കുമ്പോ അതൊക്കെ പറഞ്ഞ ആരെങ്കിലും ശരിക്കും ഒരു കംപ്ലൈന്റ് കൊടുക്കണം. പുരുഷന്മാർ അത്രയും എന്താ പറയാ, ആ ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ ഒരു വീഡിയോയില് സോഷ്യൽ മീഡിയയിൽ ആണുങ്ങളെ പറ്റി മോശ രീതിയിൽ ഓൾ അഭിസംബോധന ചെയ്യുന്നത്. ഓൾ എന്ത് വിചാരിച്ച ആണുങ്ങൾ ഇങ്ങനെ പറയാ? പിന്നെ ആണുങ്ങൾ പറഞ്ഞത് ഓക്കെ, അതിന്റെ ഇടയിൽ മഞ്ജു പിള്ളയ്ക്ക് അറിയാം മഞ്ജു പിള്ളന്റെ മോൾ എങ്ങനെയാണ് എന്താണെന്ന്. അവർക്ക് കുഴപ്പമില്ലാത്തത് ഇവക്കെന്താ? അതും പോട്ടെ, മഞ്ജു പിള്ളന്റെ മകളുടേത് അവിടെ കിടക്കട്ടെ. ആ തള്ളയുടെ മൂത്ത മകന് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ഇവിടെ കൊയിലാണ്ടി സ്റ്റേഷനിൽ പരാതി കൊടുത്തതൊന്നും എവിടെയും ഇല്ല. വേറൊരു കാര്യം കേട്ടോ, ഈ അടുത്തൊരു യൂട്യൂബിൽ ഒരു ചേച്ചി അവക്കെതിരെ പറഞ്ഞത്, എന്ത് പറഞ്ഞാലും അവർക്ക് പറയാൻ ഒരു കാരണം ഹാൻഡിക്യാപ്പ്. എന്റെ കാല് പൊട്ടിയതാണ്. ഈ നാഗയുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിട്ടില്ലേ? ഭയങ്കര ഇഷ്ടായി. ലോകത്ത് വികലാംഗാണ് എന്നറിഞ്ഞിട്ടും കൈയൊട്ടിച്ചിരിക്കുന്ന സമൂഹമുണ്ടെങ്കിൽ അത് തള്ളൻ്റെത് മാത്രമാണ്. അപ്പൊ ഇത്രയും അതപ്പതിച്ചു പോയൊരു പെണ്ണിനെ ഞാൻ കണ്ടില്ല. കണ്ടില്ല. എങ്കേവേ പക്ഷെ എനിക്ക് ആലോചിച്ചു, സ്വന്തം മോളെങ്ങാനും ചെയ്ത മാതിരി പ്രഷറാ മൂപ്പത്തേക്ക്. എമ്മാരി ഉറഞ്ഞതുള്ളതൊക്കെ പറയുന്നവര് എമ്മാരി പ്രഷറിലാ സംസാരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, എന്തേലും പറയണേ അല്ലെ എന്തേലും കണ്ടന്റ് വേണ്ടേന്ന് വിചാരിച്ചെങ്ങാനും പറയുന്ന ആര്. ശരിക്കും എനിക്ക് മഞ്ജു പിള്ള എന്ന് പറഞ്ഞ ചേച്ചി അവരൊക്കെ ആയതുകൊണ്ടാ. അതേ സ്ഥാനത്ത് എന്റെ അമ്മയെങ്ങാനാണെങ്കിൽ അവളെ പൊരേ കയറിത്തല്ലോ. എന്റെ അമ്മ എന്നല്ല കേട്ടോ, ഏതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത്. അതേപോലെ സ്വാതന്ത്ര്യം തന്നെയാണ് ഈ കുട്ടിക്കുള്ളത്, ദയാ സുജിത്തിനുള്ളത്. അവളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവൾക്ക് ഇന്ന വസ്ത്രമിടാനുള്ള സ്വാതന്ത്ര്യവും ഇന്ന സ്ഥലത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇതേപോലെ ദയാ സുജിത്തിനുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ് ഇല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ മറ്റൊരാൾക്ക് മാനഹാനി വരുത്തുന്ന രീതിയിലോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഒന്നും അല്ല ഈ അഭിപ്രായ സ്വാതന്ത്ര്യം. എന്ത് നേടി അതിനെ കുറെ ആൾക്കാരെ ആട്ടും തുപ്പും കേട്ട്, കുറെ ആൾക്കാരെ പ്രാക്ക് കിട്ടി. വെറുതെ അല്ല ഈ ഒരു കാലം കൊണ്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് പക്കാത്തറിയാ വിളിച്ചറിയുന്നത്.
എന്റെ അടുത്ത് നമ്പർ ഇല്ലായിട്ടാ. നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കൂല കേട്ടോ. കാരണം നമ്മള് ഇപ്പൊ കക്കൂസ് തോണ്ടിട്ട് ജയിലിൽ കയറുന്ന അവസ്ഥ വരണ്ടല്ലോ. ജിനുവിന്റെ വീട്ടിലൊക്കെ പോയിട്ട് നിപ്പാലെ പട്ടി മുള്ളും പോലെയൊക്കെ മുള്ളിയിട്ട് വന്ന പെണ്ണുങ്ങളാണ്. അടിയും കിട്ടി. ആ ഇവിടെ വന്നിട്ട് ഇതിന്റെ വീടിന്റെ മുമ്പ് കൂടെ വന്നിട്ട് ഇങ്ങോട്ട് കയറാൻ ധൈര്യം കാണിക്കാത്ത പെണ്ണുങ്ങളാ. കാരണം പെണ്ണുങ്ങൾക്കറിയാം മറ്റേ കാലും ഞാനങ്ങ് പിടിച്ച് ഞണ്ടൂന്ന്. അത്ര പോലും ധൈര്യമില്ലാത്തോള് ഈ 4 ചുമരിന്റെ ഉള്ളിൽ വിഗും വെച്ച് ഒരു പൊട്ടും കുത്തി കുറച്ച് ലിപ്സ്റ്റിക്കും ഞാൻ ഇട്ടിങ്ങാനും ആലോചിച്ചോക്കെ വർത്താനം പറഞ്ഞാൽ എന്താ നടക്കുവോ? പറയാ, നമുക്ക് ഈ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അടിയിൽ തീയിട്ടാങ്ങണ്ട അതേമാതിരി എമ്മാരി പ്രഷറില്ല സംസാരിക്കുന്നത്, ദേഷ്യം പിടിച്ചിട്ടൊക്കെ. പണ്ട് എന്നെ എന്റെ മക്കളെയൊക്കെ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ ആരും പ്രതികരിക്കാൻ നിന്നില്ല. അപ്പൊ അവള് വിചാരിച്ചു ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, ആരും പ്രതികരിക്കാൻ വരൂല. അങ്ങനെ പറഞ്ഞു എന്റെ പോയതായിരുന്നു. അഭിപ്രായത്തിൽ അങ്ങനത്തെ യൂട്യൂബൊക്കെ ശരിക്കും പറയാച്ചാല് ഒഴിവാക്കി കാണണം. ഈ തൊപ്പീന്റെ ഒക്കെ ഒഴിവാക്കിയില്ല, അതേമാതിരി ഷെഫീന ബീവിന്റെ ഒക്കെ ഒഴിവാക്കണം ശരിക്കും. ഇത് ഇതിപ്പോ ഇത്ര ആൾക്കാർ പോട്ടെ, ആ ദയ എന്ന് പറഞ്ഞ ആ കുട്ടീന്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്ക്. എത്ര ആൾക്കാരുടെ മുമ്പിൽ ചിലപ്പം തെറ്റല്ല എന്ന് മറ്റുള്ളവർക്ക്, ചിലപ്പോൾ 100 ആളിൽ 90% ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റല്ല എന്ന് മനസ്സിലാവും. 10% ആൾക്കാരുടെ മുമ്പിൽ ഓള് കുറവായില്ലേ. ഉം. അതേ സ്ഥാനത്ത് ഇവൾ ആ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. സംഭവം ആർക്കും ഒരു കുഴപ്പമില്ല. എന്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. ഓളെ ആ ദയ എന്ന് പറഞ്ഞ കുട്ടീന്റെ അവകാശമാണ്, ഓളെ എങ്ങനെ നടക്കണം എന്താക്കണം. ഇനി അഥവാ തെറ്റായി വൈക്കൂടി ഓൾ അഥവാ പോവാണെങ്കിൽ തന്നെ അവക്കൊരു അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. നല്ല അന്തസ്സുള്ള ഒരു അമ്മയും അന്തസ്സുള്ള ഒരു അച്ഛനുണ്ട്. ഇവര് നോക്കൂലേ ഇവളാരെ ഏൽപ്പിച്ചിരുന്നു നോക്കെ? അല്ല ഇതൊക്കെ ഇവള് അല്ലെങ്കിൽ എന്തിനാ? ഇവളെ അച്ഛൻ മുന്തിയ സാധനം ആയിക്കണം. നമ്മളിപ്പോ ഒന്ന് പോരാ, ഞാനാണെങ്കിൽ 2 പോരാ, 3 പോരാ, ഇനിയിപ്പോ 4 ഞാനാണെങ്കിൽ തന്നെ ഞാനിപ്പോ ഒരാളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോ അവൻ തിരിച്ചു ചോദിക്കാം, ഇനി ആദ്യം നന്നാക്കും എന്നിട്ട് ഇന്നെ നന്നാക്കും. ഈ മേ ബി ഇന്നെ കൊണ്ട് പറയാനാണെങ്കിൽ ഞാനിപ്പോ സിഗരറ്റ് വലിക്കാൻ ചെറിയ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ഇനി സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ള അധികാരം എനിക്കില്ല. ഇതിപ്പോ പല ആൾക്കാരും കേൾക്കുന്നുണ്ടോ, കാരണം ഓ എന്നോട് എടുത്താൽ മതി, നിങ്ങൾ വലിക്കില്ല, നിങ്ങൾ നിർത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ എന്ത് പറയും? അതേമാതിരിയാണ് ഷെഫീന ബീവി എന്ന് പറഞ്ഞ തെറിത്താത്ത ആദ്യം ആ ഒരു വ്യക്തി നന്നാവണം, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ മഞ്ജു ചേച്ചിക്കോ സുഹിത്തേട്ടനോ ഇവർക്ക് രണ്ടാക്കൂ ആ മോള അത്രയും പ്രായം തൊട്ട് ഈ പ്രായം വരെ വളർത്താൻ അറിയെങ്കിൽ ഇനി അങ്ങോട്ടും എങ്ങനെ വളർത്തുന്നോ അവർക്കറിയാലോ. ഇത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ചെലവിന് കൊടുക്കുന്നത് മഞ്ജു അമ്മച്ചി ചേച്ചി. എന്തായതെന്നറിയോ? അപ്പൊ വെറുതെ ഞാൻ പറയാം, തെരുത്താത്തെ കണ്ട ആൾക്കാരെ മേക്കിട്ട് കയറിയിട്ട് കണ്ട കുടുംബത്തിൽ കയറിയിട്ട് എപ്പോഴും കളിക്കുന്ന മാതിരി കഴിച്ചിലായി പോലും എപ്പോഴും. എന്തെങ്കിലും ഒരു ദിവസവും രണ്ടാമത്തെ കാര്യം അങ്ങ് വീണു പോകും. അപ്പം മനസ്സിലാവും. ഞാൻ ആലോചിക്കാം ഈ മഞ്ജു ചേച്ചിന്റെ കാലിന് അവസ്ഥ. പകരം നിങ്ങളുടെ നാവായിരുന്നു വിൽക്കേണ്ടത്, പക്ഷെ അത് ദൈവം ഒരു എന്താ പറയാ അല്ല, കോംപ്രമൈസ് നാവിനെ ചെയ്തതാ. പറ്റിക്കാത്തതിന് വേറൊരു കാര്യമുണ്ട്. ചിലപ്പോ മേ ബി എന്താ പറയാ, അഥവാ ക്ഷമ ചോദിക്കണമെങ്കിൽ നാവ് വേണമല്ലോ, അതുകൊണ്ട് വിട്ടു വെച്ചതായിരിക്കും. ലേലു അയച്ചു വിട്. അല്ല, എന്റെ അഭിപ്രായത്തിലൊക്കെ മോശമാണ്. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? ഇവിടെ കാര്യത്തിൽ തന്നെ കണ്ടമാൻ ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് ഇടപെടുന്നുണ്ട്. അല്ല അതാണല്ല എല്ലാരും ഞാൻ എന്നിട്ട് പറയും. ഈ സ്ത്രീന്റെ മക്കളെ നല്ല രീതിയിലാണോ വളർത്തുന്നത്? നല്ലൊരു അല്ല, മോനാ. എനിക്ക് നിരന്തരം ചാറ്റ് അയച്ച് എന്നെ കെട്ടണം എന്നാ പറയുന്നത്. എന്നിട്ട് മൂപ്പത്തി വിളിച്ച് കുളിപ്പില്ലാതെ അമ്മായിയമ്മ ആവാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ചേലക്കാണ്ട് പോയിക്കൂടെ തള്ള എങ്ങക്ക്? ഞാൻ 2 കല്യാണം, ഞാൻ 2 കുട്ടികളുടെ അമ്മയല്ലേ, അതെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞതാ 2 കല്യാണം കഴിക്കുന്നതൊന്നും ഒരു തെറ്റല്ല എന്ന്. തെറ്റല്ലെങ്കിൽ ചേച്ചി കഴിച്ചോ, എനിക്ക് കഴിക്കാൻ ആവശ്യമില്ല, നിങ്ങൾ തന്നെ അങ്ങ് കഴിച്ചോ. അല്ലാത്തൊരു പെണ്ണുങ്ങള് തന്നെ. പെണ്ണെന്ന് പറഞ്ഞു ശരിക്കും. പെണ്ണുങ്ങൾ അമ്മശ്ശി. ഞാൻ എത്ര കയർത്ത് കയറി സംസാരിക്കാൻ മാത്രം ഞാൻ വിചാരിച്ചു എന്താ പറയാ, ഓരോ കുടുംബത്തിലെങ്ങാനും ആരോ അല്ലെങ്കിൽ മോള് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇത് ആ ഇത് വീഡിയോ വിവാഹപ്രായ 3 അല്ല കൊല്ലം വരെ 3 വിവാഹപ്രായ കൊല്ലം വരെ ഒരു ചെക്കന്മാരെ പ്രശ്നമില്ലാത്ത ഈ ഒരു സംഭവം 3ാമത്തെ കൊല്ലം എടുത്തിട്ടിട്ട് ഈ ഒരു പെണ്ണുങ്ങൾ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ബിഗ് ബോസ് കേറാനുള്ള അപ്പോ ചിന്താഗതിയായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, 2023 തൊട്ട് 2026 വരെ ഒരാൾക്കും ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ മൂപ്പത്തിക്കുള്ള പ്രശ്നം ആലോചിച്ച് നോക്ക്. കയ്പ് എന്നൊക്കെ പറയാ. ക്രിമികടി. കാരണം ഒരാൾ എങ്ങനെ വേണേ നടന്നോട്ടെ, ഈ 3 കൊല്ലമായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. അതാ ചിന്തിക്കേണ്ടത്. ഈ 3 കൊല്ലമായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു കേസ് ഇന്നലെ മിഞ്ഞാന്ന് പൊങ്ങി വന്ന് എന്തിനാണ് ഇവർക്ക്? വേറെ എന്തെങ്കിലും ഉദ്ദേശവും കാര്യങ്ങളായിക്കോട്ടെ, എന്നാലും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ എന്തിനാണിത്? നിങ്ങൾ ഈ പുറമുള്ള സ്ത്രീകളെയൊക്കെ മോനുമായിട്ട് കമ്പയർ ചെയ്ത് മോനെ കൊണ്ട് കെട്ടിക്കാന്ന് വിചാരിച്ച് സ്വപ്നവും കണ്ട് നടക്കുന്ന നിങ്ങൾക്ക് പോയി ചത്തൂടേതള്ളേ.
അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ 2 ആൺകുട്ടികളെ കാണിച്ച് ഇവർക്ക് പെണ്ണ് തരുവോ, ഇവർക്ക് പെണ്ണ് തരുവോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലേ ഓർക്കൂടി ഇതിന് വിഷം കലക്കി കൊടുത്ത് നിങ്ങളങ്ങ് ചത്താള്. എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിൽ ബാധ്യതയായിട്ട് അല്ല, നിൽക്കുന്നത്? മറ്റുള്ളവർ വെറുതെ ഉപദ്രവിച്ചിട്ട് എന്തെന്നാ കിട്ടാനുള്ളത് ഞാൻ ആലോചിച്ച് നോക്കിയത്. ഇവിടെ വളരെ കാര്യം ഒരു മാത്രമല്ല, ഈ തള്ള ദയ തന്നെയാ. എന്ന് പറഞ്ഞ ഇപ്പൊ നടന്ന ഈ കുട്ടീന്റെ കാര്യമല്ല, പല ആൾക്കാരെ ഉള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അതില് സ്തുതിക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം യൂട്യൂബ് ഫോൺ മൊത്തത്തിൽ നിർത്തിക്കാറ്, അങ്ങനെ അടപടം നിർത്തിക്കുക. ഒരുപാട് ആൾക്കാര് പട്ടിണി കിടക്കേണ്ടി ഏത് വരും. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഒന്ന് സോഷ്യൽ പറഞ്ഞ മീഡിയ എന്ന് സോഷ്യൽ പറയുന്നത് മീഡിയ നല്ലതാണ്. ഇത് നമുക്ക് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലതിലേക്ക് എത്തിക്കാനുമാണ്. അത് പക്ഷെ മിസ്യൂസ് 90% ചെയ്യുന്ന എത്ര ആൾക്കാര് ശതമാനം ആൾക്കാർ യൂട്യൂബിൽ നല്ലത് മിസ്യൂസ് പറയുന്നത്? ആൾക്കാര് ചെയ്യുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതാ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരെ അതിലിപ്പോ ഒഴിവാക്കിയാളാ, നിർത്തിക്കാള് എന്നോ പറയുന്നൊന്നും അങ്ങനത്തെ പോസിബിൾ ആൾക്കാർ അല്ല. യൂട്യൂബുകാരെ നിർത്തിക്കാളുക. അങ്ങനത്തെ ഒന്നും പോസിബിൾ അല്ല. പക്ഷെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ യൂട്യൂബിൽ ഇപ്പൊ ഒരാളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ് നാട്ടിൽ മൊത്തം എല്ലാവരും കണ്ട് അയാൾ കുറവായി, അതിനുശേഷം അയാൾ മരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ട് ഈ യൂട്യൂബായി ആ ഒരു വ്യക്തി, അതായത് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഒരാൾ മരിച്ച്, അതൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം എന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിയിട്ട് കാര്യമുണ്ടോ? യൂട്യൂബ് ചാനൽ അങ്ങനെ യൂട്യൂബ് യൂട്യൂബ് മൊത്തം ചാനൽ ചാനൽ പൂട്ടാനല്ല ഞാൻ പറയുന്നത്. സമൂഹത്തിൽ ഇത്രയുമേൽ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് കാണുമ്പം അത് പോലീസുകാര് റിപ്പോർട്ട് കൊടുത്തെങ്ങാനും മെറ്റയാണ്. ഒരാൾ മരിച്ചതിന് ശേഷം റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഞാനിപ്പോ ഒരാളെ പറ്റി പറഞ്ഞ് അല്ല, ചിന്തിച്ചു നോക്ക്, ഞാനിപ്പോ ഒരാളെ പറ്റി പറഞ്ഞ് അയാള് നാട്ടിലൊക്കെ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അയാൾക്ക് ആ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യമൊക്കെ വന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ യൂട്യൂബ് ചാനൽ പൂട്ടിയിട്ട് എന്ത് കാര്യമുള്ള അയാൾ മരിച്ചിട്ട്? അപ്പൊ അങ്ങനെ തുടക്കത്തിലെ അങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളുള്ള ആൾക്കാർ മക്കളെ വരെ പറയുന്നുണ്ട്. അങ്ങനത്തെ എത്ര ആൾക്കാർ, അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് മൊത്തത്തിൽ യൂട്യൂബ് അടച്ചു പൂട്ടാനല്ല പറഞ്ഞത്. ഈ തെറി പറഞ്ഞും മറ്റുള്ളവരെ ഉപദ്രവിച്ചും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നതും അങ്ങനത്തെ ആൾക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനേ പറഞ്ഞു. ഓക്കെ. എന്താ അപ്പൊ ചെയ്യാ? പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെക്കാട്ടും നല്ല വികലാംഗയാണ് ഒരു പേപ്പറും വിരിച്ചിങ്ങാനും റോട്ടിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏതൊക്കെ എന്തുകൊണ്ടും പള്ളിയുണ്ട്, ബെറ്റർ. അല്ല ഏതൊക്കെ അമ്പലമുണ്ട്? അതായിരിക്കും. എന്റെ വീട്ടിനടുത്ത് എന്റെ ഒരു അനിയൻകുട്ടുണ്ട്, അവൻ പറയുന്നുണ്ട് കർമ്മം അതുണ്ടേ ഓക്ക് കിട്ടിക്കോളും. ഓക്കെ. അപ്പൊ ബൈ ഞങ്ങൾക്ക് ബൈ. ഈ ഞാൻ പറഞ്ഞു അഭിപ്രായം ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എല്ലാരോടും ഇപ്പൊ ഒന്നും കൂടി ബൈ പറയാണ്, ബൈ എല്ലാവരും ബൈ. വീഡിയോ ചെയ്യുക, യൂട്യൂബ് ചെയ്യുക, ഇൻസ്റ്റ ചെയ്യുക, ഫേസ്ബുക്ക് ചെയ്യുക, എല്ലാത്തിലും ചെയ്യുക. മറ്റുള്ളവരെ കുടുംബത്തിൽ കയറിയോ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് എന്താ പറയുക വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാളും ചെയ്യാണ്ടിരിക്കുക. അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ കുടുംബത്തിന് അത് വലിയ ഉപകാരമായിരിക്കും, അവർക്കത് ബാധിക്കില്ല. എല്ലാവരോടും കൂടി പറയാം കേട്ടോ. അപ്പോൾ ബൈ ബൈ. ബൈ.